ഇനി കാണാൻ പോകുന്ന കുടുംബശ്രീ ഷാ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂവാണ്. അതായത് സാറ്റർഡേ നൈറ്റ് എപ്പിസോഡ്, ഇന്ന് രാത്രി കാണുന്ന എപ്പിസോഡും അതിൻ്റെ ഒപ്പം തന്നെ സൺഡേ നൈറ്റ് എപ്പിസോഡും ഒരുമിച്ച് തന്നെയാണ് പറയുന്നത്. അവർ 2 എപ്പിസോഡിൻ്റെ റിവ്യൂ ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ശ്യാമ കയറി വരുന്നത്. ശ്യാമയുടെ ആ ഒരു പ്രവർത്തനങ്ങൾ, ആ ശ്യാമയുടെ പെരുമാറ്റം കണ്ടിട്ട് വിഷ്ണു, രാഘവണ്ണ എല്ലാവരും ഭയങ്കര ഞെട്ടിയിരിക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ശ്യാമ ഭയങ്കര അബ്നോർമലായിട്ടല്ലേ ബിഹേവ് ചെയ്യുന്നത്. അപ്പോൾ ശ്യാമയെ ശാലിനിയാണ് പിടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ശാലിനിയുടെ കൂടെ ശ്യാമയെ കാണുമ്പോൾ ഭയങ്കര ഞെട്ടി നിൽക്കുവാണ്. അപ്പം ശ്യാമ പറയുന്നുണ്ട്, കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്നെ ഇനി ഒരിക്കലും വിട്ടേ പോലെ, കുഞ്ഞേച്ചിൻ്റെ കൂടെ തന്നെ കാണണേ, അയ്യോ കുഞ്ഞേച്ചി എന്നെ പിടിച്ചില്ലെങ്കിൽ ഞാൻ ഇനി വീണു പോലെ, ഇനി വീഴുമല്ലേ എന്നൊക്കെ ശ്യാമ ഒരു കുഞ്ഞിനെ പോലെ ബിഹേവ് ചെയ്യുക. അപ്പോഴത്തേക്കും ശ്യാമയ്ക്ക് ഈ വീടും പരിസരമൊക്കെ ഒന്ന് പോയി കാണാം. അപ്പോൾ ശ്യാമ പറയുക, ദേ വീടിൻ്റെ മുറ്റത്ത് ആനയൊക്കെ വെച്ചിരിക്കുന്ന, ഇത് കൊള്ളാലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ ഇതൊക്കെ ഒന്ന് പോയി കണ്ടോടെ, നമുക്കിവിടെ മെല്ലെ സാവകാശം പോയി കാണാൻ മോളെ എന്നൊക്കെ ഷാനി ആശ്വസിപ്പിച്ച് അങ്ങ് നിർത്തണം. അപ്പം ശ്യാമ പറയുന്നുണ്ട്, ഇതാണോ നമ്മുടെ വീട്? നമ്മുടെ വീട് ഇങ്ങനെ അല്ലായിരുന്നല്ലോ, നമ്മുടെ വീട് ഭയങ്കര നീളത്തിലുള്ള ഒരു വീടല്ലായിരുന്നല്ലോ, ഇങ്ങനെ അല്ലായിരുന്നു എൻ്റെ വീട് എന്ന് പറയുമ്പം അത് വേറെ വീടാ മോളെ, നമ്മളിപ്പം താമസിക്കുന്ന വേറെ വീടാന്നൊക്കെ ശ്യാമ എടുത്ത് ശാലിനി പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ട് ചൊറിഞ്ഞ് നിൽക്കുകയാണ് സത്യഭാമ. കാരണം ശാലിനി എങ്ങനെയെങ്കിലും ഇവിടുന്ന് ആക്കി വിടണമെന്ന് തന്നെ ചിന്താതിക്കാതെ തന്നെയാണ് നമ്മുടെ ഈ സത്യഭാമ അങ്ങനെ നിൽക്കുന്നത്. അപ്പം സത്യഭാമ ഇതൊക്കെ കണ്ട് ചൊറിഞ്ഞിരിക്കുമ്പം ഈ ശ്യാമയുടെ ഈ പെരുമാറ്റം കണ്ടിട്ട് കാർത്തിക ചിന്തിക്കുകയാണ്, ഇവളെന്താ ഇത് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, ഇവക്കിത് എന്ത് പറ്റി, ഈ മരുന്നിന് ഇങ്ങനെ ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടോ, ഞാൻ അറിഞ്ഞില്ലല്ലോ. പക്ഷേ മശ്രീ പറഞ്ഞ് ഇങ്ങനെയൊന്നുമല്ല, ഇവൾ ഇപ്പം ജീവനോട് എങ്ങനെ എൻ്റെ മുന്നിൽ നിൽക്കുന്നത്, ഇവൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ജീവനോട് നിൽക്കത്തില്ലല്ലോ, ഇവൾ അപ്പം തന്നെ അടിച്ചു പോകേണ്ടതല്ലേ, അപ്പം മശ്രീ പറഞ്ഞ കള്ളമാണോ അതോ ഇനി അതിന് സൈഡ് എഫക്റ്റ് ആണോ, ഒന്നും മനസ്സിലാവുന്നല്ലോ. അത് ശ്യാമയുടെ കൂടെ ശാലിനിയുടെ കൂടെ കണ്ട് ശാലിനിയുടെയും ഈ ശ്യാമയുടെ ഒക്കെ ഈ ഒരു പെരുമാറ്റം ആ ഒന്നിച്ച് നിൽക്കുന്നത് കണ്ടിട്ട് ചൊറിഞ്ഞിരിക്കുകയാണ് ഈ കാർത്തിക. അപ്പോഴത്തേക്ക് വിഷ്ണുവിനൊക്കെ ഭയങ്കര സങ്കടമാണ്. കാരണം ഇങ്ങനെ ആയിപ്പോയല്ലോ ശ്യാമ എന്ന രീതി. അപ്പം ശാലിനി പറയും, മോളെ ഇനി അധികം നിന്ന് ഇവിടെ നിന്ന് വെയിൽ കൊള്ളണ്ട, നമുക്ക് അകത്തേക്ക് കയറി പോകാമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് പോവാം, പക്ഷെ അതിന് മുന്നേ ഞാൻ ഈ വീടൊക്കെ ഒന്ന് കാണട്ടെ, അതൊക്കെ മെല്ലെ കാണാം. അത് പറയുമ്പോഴത്തേക്കും സത്യഭാമയ്ക്ക് ഈ ചൊറിച്ചിലെടുത്ത് സത്യഭാമ പറയാമെന്നേ, പൊന്നി നീ വേഗം പോയി ആരതി എടുത്തുകൊണ്ട് വാ. അപ്പോഴത്തേക്ക് പൊന്നി ചേച്ചി ആരതി എടുക്കാൻ അകത്ത് കയറി. ഈ സംസാരം കേട്ട ശ്യാമ സത്യഭാമയുടെ മുഖത്തേക്ക് ഒരു നോട്ടം നോക്കിയിട്ട് ചോദിക്കുക, ഇതാരാ കുഞ്ഞേച്ചി? ഓ ഇവിടുത്തെ ടീച്ചറല്ലേ, എനിക്ക് കണ്ടപ്പോഴേ അറിയാം, നിപ്പ് കണ്ടില്ലേ, ടീച്ചറാ ഇവിടുത്തെ അല്ലേ, ഒയ്യോ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമ പറയുമ്പോഴത്തേക്കും എല്ലാവരും അതിനേക്കാളും ഭയങ്കര നോക്കി നിൽക്കുക. ഇതൊക്കെ സത്യത്തിൽ കാണുമ്പം നമുക്ക് ചിരിച്ചു പോകും. കാരണം അത്രയ്ക്കാണ് ശ്യാമ കിടന്ന് അവിടെ കുട്ടിയായിട്ട് അത്രയും രീതിക്കകത്ത് അഭിനയിക്കുന്നത്. അമ്മ ചോദിക്കുന്നുണ്ട്, കുഞ്ഞേച്ചി എൻ്റെ കൂടെ തന്നെ വരത്തില്ലേ, കുഞ്ഞേച്ചി എൻ്റെ കൂടെ തന്നെ കാണത്തില്ലേ? ലാസ്റ്റ് ശാലിനി ഗതിയായിട്ട് പറയാം, ഞാൻ കാണും മോളെ, അമ്മ എൻ്റെ കൂടെ വരണം കേട്ടോ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ നോക്കി സത്യഭാമ ഈ ചൊറിഞ്ഞിരിക്കുമ്പോഴാണ് പൊന്നി ചേച്ചി ആരതിയും കൊണ്ടുവന്നത്. ഉടനെ ആരതി എടുത്തിട്ട് പൊന്നി ചേച്ചിയെ കൊണ്ടല്ലേ എടുപ്പിക്കുന്നത്. നേരെ പറയുവാണ്, പൊന്നി ആ ആരതി എടുത്ത് കാർത്തികയുടെ കൈ കൊടുക്കുക, എൻ്റെ മൂത്ത മരുമകളാണ് ആരതി എടുത്ത് കയറ്റേണ്ടത്, കാരണം ഇനി എല്ലാത്തിൻ്റെ അവകാശം അവൾക്ക് തന്നെ എന്ന് പറയുമ്പോഴത്തേക്കും ലാസ്റ്റ് കാർത്തികയുടെ കയ്യിൽ ആരതി കൊടുക്കുക. അപ്പോൾ ഈ കാർത്തിക ആരതി എടുക്കാനായിട്ട് കറക്റ്റ് ശ്യാമയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ ശാലിനിക്ക് സങ്കടമാണ്. കാരണം മൂത്ത മരുമകൾ എന്ന രീതിയിൽ പറഞ്ഞല്ലേ അഡ്രസ്സ് ചെയ്തത്. അപ്പോഴത്തേക്കും വിഷ്ണുവിന് അത് കേട്ട് അത്ര സഹിച്ചിട്ടൊന്നുമില്ല. അപ്പോഴത്തേക്കും ഈ ആരതി എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും ശ്യാമ തീയായി തീ എന്ന് പറഞ്ഞിട്ട് തീയിലേക്ക് കൈയിടാൻ പോകുമ്പോഴത്തേക്കും ശ്യാമയുടെ കൈയൊക്കെ പിടിച്ച് മാറ്റി വയ്ക്കുവാണ് നമ്മുടെ ശാലിനി. അപ്പോഴത്തേക്കും ഇവളെന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്, കാർത്തിക ഇവിടെ നോക്കി ഒരൊറ്റ ആലോചിക്കുന്നു, ഇവിടെ എങ്ങനെ ജീവനോടെ നിൽക്കുന്നുള്ള കാര്യമാണ് കാർത്തിക്ക് അതിനേക്കാളും സഹിക്കാൻ പറ്റില്ല. പക്ഷേ ശ്യാമ അങ്ങോട്ടേക്ക് അവിടെ ഒരു മിനിറ്റ് നോക്കിയിട്ട് ചിന്തിക്കുന്നുണ്ട്, എടി നീ ആരാന്ന് എനിക്ക് മനസ്സിലായിടി, നീയാണ് ഞങ്ങളെ 2 കുട്ടികളിൽ ഒരാളെ കൊല്ലാനായി നിൻ്റെ പരിശ്രമം എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായിടി, നിൻ്റെ കള്ളത്തരങ്ങളൊക്കെ പൊളിക്കാൻ തന്നെയാണ് ഞാൻ എൻ്റെ കുഞ്ഞേച്ചിയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത്, നിനക്ക് വെച്ചിട്ടുണ്ടടി എന്ന് എന്നിട്ട് ശ്യാമ മനസ്സിൽ ആലോചിച്ചിട്ട് വീണ്ടും ശ്യാമ പുറത്ത് ഇതൊന്നും കാണിക്കാതെ ബിഹേവ് ചെയ്യാണ്. തീ തീ എന്ന് പറഞ്ഞിട്ട് ഇതാക്കുമ്പോഴത്തേക്ക് ഇതെന്തുവാ, അത് ആരതിയാ മോളെ, ആരതി എൻ്റെ കൂട്ടുകാരിയല്ലേ, സ്കൂളിലെ എൻ്റെ കൂട്ടുകാരി. അപ്പോഴത്തേക്കും ബാക്കി നമുക്കത് കേൾക്കുമ്പോൾ ചിരി വരും. കുഞ്ഞേച്ചി അത് മോക്ക് ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ടാന്ന് പറയുമ്പോൾ എന്നാൽ എൻ്റെ കുഞ്ഞേച്ചിക്കും വേണം, എൻ്റെ കുഞ്ഞേച്ചിക്കും കൊടുക്ക് എന്ന് പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ഈ കാർത്തിക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ലാസ്റ്റ് കാർത്തിക് ശാലിനിക്ക് ആരതി ഒഴിയാത്ത കൊണ്ട് ശ്യാമ തന്നെ കൈ കൊണ്ട് ആ തീയിലേക്ക് മുത്തിയിട്ട് നേരെ ശാലിനിയുടെ കണ്ണിലേക്ക് വെച്ച് 3 വട്ടം കൊടുക്കുമ്പോൾ അതും കണ്ട് സത്യഭാമ ചൊറിഞ്ഞിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഈ ആരതി എടുത്തിട്ട് അകത്തേക്ക് കയറാൻ വേണ്ടി ശ്യാമയും കൊണ്ട് ശാലിനിയാണ് കയറാൻ നിൽക്കുന്നത്. അപ്പോഴത്തേക്കും പറയുന്നുണ്ട്, എൻ്റെ കൂടെ ശാരദാമ്മയ്ക്ക് മാത്രം കയറാം, ശാരദാമ്മയ്ക്ക് മാത്രം എന്ന് പറയുമ്പോഴത്തേക്കും അതായത് ശാലിനി കയറാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്കും ശാരദാമ്മ ചോദിക്കുക, അത് സത്യാമ്മ അതെങ്ങനെ ശരിയാവും, അവിടുന്ന് പറഞ്ഞത് ഇങ്ങനെ അല്ലല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് ഇതാണ് എൻ്റെ സൗകര്യം, ഞാനാണ് തീരുമാനിക്കുന്നത്, അവിടുത്തെ കാര്യം അവിടെ ഉള്ളവർ തീരുമാനിക്കും, ഇവിടെ സത്യഭാമയുടെ വീട്ടിലെ കാര്യങ്ങൾ സത്യഭാമയെ തീരുമാനിക്കും, ഇവിടെ ഞാൻ പറയുന്ന രീതി കാര്യം നടക്കും. അപ്പോഴത്തേക്കും ശ്യാമ ചെറിയ രീതിയിൽ അങ്ങ് വയലൻ്റായി ബിഹേവ് ചെയ്യും. എൻ്റെ കുഞ്ഞേച്ചിയും കൂടെ വരണം, എൻ്റെ കുഞ്ഞേച്ചിയും കൂടെ വരണതൊക്കെ വന്നിട്ട് ശ്യാമ അവിടെ കിടന്ന് ഭയങ്കര നിർബന്ധം പിടിക്കുമ്പോഴത്തേക്കും രാഘവട്ടൻ പറഞ്ഞിട്ട്, ഭാമേ വിട് ഭാമേ അവൾ വരട്ടെ എന്ന് പറയുമ്പോഴത്തേക്കും ഏട്ടാ ഒന്നും മിണ്ടാണ്ടിരുന്നേ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാനാ തീരുമാനിക്കുക, പുകഞ്ഞ ഉള്ളി എന്നും
പുറത്ത് തന്നെയാണ്. അപ്പോഴത്തേക്കും വിഷ്ണു പറയാം അമ്മേ എന്ന് പറയും, എടാ നീ മിണ്ടി പോലെ ഇതാ നീ താലി കെട്ടിക്കൊണ്ടുവന്ന ഭാര്യയാണ് നിൻ്റെ മുന്നിൽ നിൽക്കുന്നത്, നീ അവളുടെ കാര്യം നോക്കിയാൽ മതി, സത്യഭാമയുടെ മരുമകളുടെ കാര്യം ഒന്നും നോക്കാൻ നീ വരണ്ട, അത് നോക്കാൻ എനിക്ക് നല്ലപോലെ അറിയാമെന്നൊക്കെ പറഞ്ഞിട്ട് വിഷ്ണുവിനോട് തിരിച്ചെന്താണ് അതുപോലെ ചാടി കളിക്കും. അപ്പോഴത്തേക്കും എന്താണ് ശാലിനിക്ക് പറയാനൊന്നുമില്ല. പക്ഷേ ശാലിനി ഈ സിറ്റുവേഷനിൽ ജസ്റ്റ് ഒരു മനുഷ്യൻ എന്ന രീതിയിലെങ്കിലും പ്രതികരിക്കേണ്ടതാണ്. കാരണം എൻ്റെ സ്വന്തം അനിയത്തിക്ക് വേണ്ടിയിട്ട് ഈ ഒരു അവസ്ഥയെ പോലെ എന്നെ നിങ്ങൾ ഈ വീട്ടിൽ കയറ്റത്തില്ലെങ്കിൽ നിങ്ങൾ ആരാ എന്നെങ്കിലും ഒരു ചോദ്യം ചോദിക്കാനുള്ള അവകാശം ശാലിനിക്കുണ്ട്. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഈ നാട്ടിലൊരു ജില്ലാ കളക്ടർ എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീക്ക് നേരെയുള്ള ഏത് ചെറുതും വലുതുമായ അനീതിയാണെങ്കിലും അതിനെതിരെ ചോദ്യം ചെയ്യണം. പ്രധാനമായിട്ട് തനിക്ക് നേരെ തന്നെ അനീതി പ്രവർത്തിച്ചിട്ട് പോലും ചോദ്യം ചെയ്യാത്തൊരു ജില്ലാ കളക്ടറായിട്ട് ഒരു പദവിയിൽ ഇരുന്ന് കാണിക്കുന്നത് ഈ ഒരു സീരിയലിലെ ഏറ്റവും വലിയ വൻ തോൽവി എന്ന് മാത്രമേ പറയാൻ പറ്റില്ല. ആ ഒരു പ്രവണത, കാരണം അത് സൊസൈറ്റിക്ക് നല്ലൊരു എക്സാമ്പിൾ അല്ല ഈ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേക്ക് സത്യഭാമ എന്താണ് പറ്റത്തില്ലെന്ന് പറയുമ്പോൾ ലാസ്റ്റ് ശാരദ പറയുന്നുണ്ട്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക സത്യാമ്മ തന്നെയാണ്. പക്ഷേ അങ്ങനെ ആണെങ്കിൽ സത്യാമ്മ ഒരു കാര്യം ചെയ്യും, ശ്യാമയ്ക്ക് ഒരു 10-15 ദിവസമല്ലേ ശ്യാമയ്ക്ക് ഇങ്ങനെ വേണമെന്ന് പറഞ്ഞത്, ശ്യാമ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുപോയി എല്ലാം നോക്കില്ല. നിങ്ങൾ അഹങ്കാരം കാണിക്കല്ലേ, മോള് ജില്ലാ കളക്ടർ ആയതിൻ്റെ അഹങ്കാരമായിരിക്കല്ലേ, നിങ്ങൾക്ക് ഞങ്ങളെക്കാളും വലിയ രീതി ശ്യാമയെ നോക്കാൻ പറ്റുന്നുള്ള കാണിക്കാൻ വേണ്ടി. അങ്ങനെയല്ല സത്യാമ്മേ, കാരണം അമ്പലും വില്ലിലും എടുക്കത്തില്ല. അങ്ങനെയൊന്നുമല്ല സത്യാമ്മ കാര്യങ്ങളൊക്കെ. ഞാൻ പറഞ്ഞത് സത്യാമ്മയ്ക്ക് അറിയാം, അവിടുന്ന് പറഞ്ഞത് നമ്മൾ അവിടെ നോക്കുന്ന പോലെ തന്നെ ശാലിയുടെ ആ ഒരു പരിഗണന കൊടുത്ത് തന്നെ ശ്യാമയെ നോക്കും നമ്മൾ ഉറപ്പ് കൊടുത്തിട്ട് വന്നത്. അവിടുത്തേക്കാളും നല്ല രീതി ഇവിടെ നോക്കും ശാരദാമ്മയെ, അതിനകത്ത് നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വേണ്ട. ഇനി ഏറ്റവും വലിയ കൂടിയ രീതി ഇവിടെ നോക്കണമെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്. പക്ഷേ പുള്ളിയെ വീണ്ടും തിരിച്ചെടുക്കുന്ന പരിപാടിയൊന്നും ഇവിടെ ഇല്ല. അപ്പോഴത്തേക്കും വീണ്ടും ഭയങ്കരമല്ലേ. പിന്നെ ശാരദാമ്മ ഒരു കാര്യം പറഞ്ഞല്ലോ, നിങ്ങൾ കൊണ്ടുപോയി നിർത്തി നോക്കിയിട്ട് തിരിച്ച് ശ്യാമയെ കൊണ്ടുവിടാം. അതിന് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നിങ്ങൾ കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഒരിക്കലും ശ്യാമ ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അപ്പോൾ രോഹിത്തിന് ഇട്ടോ ഇനി എൻ്റെ ജീവിതം കൂടെ ഈ പെണ്ണുമ്പിളെ കുളം തോണ്ടാൻ നിൽക്കുക എന്നുള്ള രീതി രോഹിത്തിന് ഇട്ടി നോക്കിക്കുക. അപ്പോഴത്തേക്ക് എന്താണ് മനുഷ്യപ്പറ്റില്ലാത്ത രീതിയിൽ ഇവിടെ പെരുമാറ്റം കണ്ട് ശാലിനി ശാരദാമ്മ ഇവിടെ സുല്ലിട്ട് നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് അവർ പറയാം ഞങ്ങൾ തന്നെ നോക്കിക്കോ, ഞങ്ങൾ പോകാമെന്ന് പറഞ്ഞിട്ട് എന്താണ് ശാരദാമ്മ അകത്തേക്ക് കയറാൻ പോലും നിൽക്കുന്നില്ല. അപ്പോഴത്തേക്ക് എന്താണ് ശ്യാമ അകത്തേക്ക് കയറത്തില്ല നിർബന്ധം പിടിച്ചിരിക്കുമ്പോഴത്തേക്കും ശ്യാമയെ നോക്കി കയറി പോകാനായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഭയങ്കര രീതിക്കകത്ത് എന്താണ് ശ്യാമയോട് ദേഷ്യപ്പെട്ട് ശ്യാമ ലാസ്റ്റ് പേടിച്ച് ഇനി നിന്നാൽ പണി പാളും എന്ന രീതിക്ക് ശ്യാമ അകത്തേക്ക് കയറി പോവാണ്. അകത്ത് കയറിപ്പോയിട്ട് ശ്യാമ എന്താണെന്ന് പറയാം ആരെയും നോക്കാതെ കണ്ണും പൊത്തി എന്താണ് അകത്തിരിക്കുക. അപ്പം പൊന്നി ചേച്ചി സമാധാനം വയ്ക്കുന്നുണ്ട്, കുഞ്ഞിന് ഇവിടുത്തെ കാര്യമൊക്കെ അറിയില്ല, സത്യാമ്മ പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇവിടെ ഒരു കാര്യം നടക്കത്തില്ലാന്ന് കുഞ്ഞിനറിയില്ല. കുഞ്ഞൊന്ന് കൈ മാറ്റ് എന്നിട്ട് കുഞ്ഞ് പോയി റെസ്റ്റ് എടുക്ക്, തലയൊക്കെ ഇടിച്ച് വീണല്ലേ, കുറച്ച് നേരം പോയി എന്താണ് കിടന്ന് ഉറങ്ങാൻ നോക്കുന്നൊക്കെ പറയുമ്പോൾ ശ്യാമ ആരെയും നോക്കാൻ പോലും നിൽക്കാതെ അകത്തേക്കുക. പക്ഷേ ഇതൊന്നും സത്യഭാമ കാണില്ല. അപ്പോഴത്തേക്കും ശാരദാമ്മയോട് പറയുന്നത് ശാരദാമ്മ വീട്ടിൽ കയറേണ്ട, ഞാൻ ശാരദാമ്മയെ വീട് വിലക്കിയിട്ടില്ല, വേണ്ട സത്യാമ്മയുടെ മനസ്സിന് വളരെയധികം നന്ദിയുണ്ട്, പക്ഷേ ആ ഒരു ഔദാര്യം വേണ്ട, ഞാൻ പോവാ സത്യാമ്മ എന്ന് പറഞ്ഞിട്ട് എന്താണ് ശാരദാമ്മ ശാലിനെയും കൂട്ടിയിട്ട് തിരിച്ചു ഭയങ്കര സങ്കടത്തിൽ തന്നെ അവർ ഇറങ്ങുവാണ്. സത്യഭാമ അകത്തേക്ക് കയറാൻ നിൽക്കുമ്പം ഈ സത്യഭാമയെ നോക്കി രാഘവൻ പറയുക, ഭാമ നീ കാണിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ ദൈവത്തിന് പോലും എന്താണ് സഹിക്കത്തില്ല, നീ കാണിക്കുന്ന അത്രയ്ക്ക് മോശമാണ്, ആ കുഞ്ഞിൻ്റെ മനസ്സ് ഇത്രയും മാത്രം നീ വിഷമിക്കാൻ പാടില്ല, ഈ അവസ്ഥയ്ക്കകത്ത് പോലും നിൻ്റെ വാശി എന്തിനാ ഭാമ എന്ന് ചോദിക്കുമ്പം ദൈവം ഞാനും തമ്മിലുള്ള ഇടപാടല്ലേ, അത് ഞങ്ങളങ്ങ് നേരിട്ട് അങ്ങ് നടത്തിക്കോളാം, ശിക്ഷ കിട്ടും ഭാമ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനങ്ങ് മേടിച്ചോളാം, രാഘവൻ്റെ അതിനകത്ത് ഇത്ര വലിയ രീതിയിൽ ബുദ്ധിമുട്ടാനോ നിൽക്കേണ്ട വന്നിട്ട് നേരെ എന്താണ് അഹങ്കാരിയായിട്ട് ഈ സത്യഭാമ അകത്തേക്ക് കയറി ചെല്ലുമ്പം കാണുന്ന ശ്യാമ എന്താണ് അവിടെ തന്നെ ഇരിക്കുകയാണ്, ഈ സത്യഭാമയുടെ സീറ്റിലാണ് കയറി ഇരിക്കുന്നത്. അപ്പോഴത്തേക്കും ശ്യാമയ്ക്ക് എന്താണ് ഭയങ്കര എന്താണ് ശ്യാമ ആരെ നോക്കില്ല. അപ്പോഴത്തേക്കാണ് രോഹിത് വന്നത്. അപ്പോൾ രോഹിത് വന്നിട്ട് ശ്യാമ നമുക്ക് റൂമിൽ പോവാം, എൻ്റെ കുഞ്ഞിച്ചി എന്ത് ചെയ്യും, എൻ്റെ കുഞ്ഞിച്ചി വന്നില്ലല്ലോ. അപ്പോഴത്തേക്കും കുഞ്ഞിച്ചി വരും ഇപ്പോഴത്തേക്കും പുറത്ത് പോയി. അപ്പോഴത്തേക്ക് നീയാണോടെ എൻ്റെ കുഞ്ഞിച്ചി പറഞ്ഞു വിട്ടെ എന്ന് പറഞ്ഞിട്ട് നേരെ എന്താണ് ശ്യാമ അങ്ങ് രോഹിത്തിനെ അങ്ങ് അറ്റാക്ക് ചെയ്ത് രോഹിത്തിൻ്റെ എന്താണ് ആ സെറ്റിലേക്ക് ഞാൻ തള്ളിയിടുവാണ്. അപ്പോൾ രോഹിത് നോക്കുകയാണ് ഇത് എന്താണ് ഈ ശ്യാമ കാണിക്കുന്നത്. അങ്ങനെ രോഹിത്തിനെ എന്താണ് തലങ്ങും വലം കെട്ട് 4-5 തവണ അങ്ങോട്ട് തള്ളിയിട്ട് ശ്യാമ ഇടിച്ചുകൊണ്ടിരിക്കണം. അപ്പോഴാണ് സത്യഭാമ കയറി വന്നിട്ട് എടി നീ എന്തുവാടി കാണിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്കും ആരാ എൻ്റെ കുഞ്ഞിച്ചി പറഞ്ഞു വിട്ടെ, പറ നീയാന്നോടാ എൻ്റെ കുഞ്ഞിച്ചി പറഞ്ഞു വിട്ടെ നീയാന്നോ എന്ന് പറഞ്ഞിട്ട് രോഹിതൻ്റെ എന്താണ് ഷർട്ടിൻ്റെ കോളറെ പിടിച്ച് നീയാന്നോടാ പറയടാ ആരാടാ എൻ്റെ കുഞ്ഞിച്ചി പറഞ്ഞു വിട്ടെന്ന് അങ്ങനെ പറയുന്ന കേട്ടോണ്ടായി ഈ സത്യഭാമ വരുന്നത്. അപ്പോൾ സത്യഭാമ പറയുന്നത് അവനല്ല ഞാനാ കുഞ്ഞിച്ചിയെ പറഞ്ഞു വിട്ടത്, എന്ത് ചെയ്യടി നീ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശ്യാമ ഒരു മിനിറ്റ് നോക്കി നീയാണോ എൻ്റെ കുഞ്ഞിച്ചി പറഞ്ഞിട്ട് എന്നിട്ട് നേരെ സത്യഭാമയുടെ കൊരവള്ളിക്ക് അങ്ങ് കുത്തി പിടിച്ചിട്ട് ഇടി നീ എൻ്റെ കുഞ്ഞിച്ചി ഇവിടെ കേട്ടാതെ പറഞ്ഞു വിടും അല്ലേടി, നീ എൻ്റെ കുഞ്ഞിച്ചി പറഞ്ഞു വിടുവോടി, നിന്നെ ഞാൻ ഇന്ന് കൊല്ലുവടി, നിന്നെ കൊല്ലും നീ ചാവടി എന്നിട്ട് ശ്യാമ ആണെങ്കിൽ ഈ സത്യഭാമയുടെ കഴുത്തിനെ പിടിച്ച് കൊങ്ങയ്ക്ക് പിടിച്ച ഒറ്റ ഞെക്കമാണ്. കാരണം സത്യഭാമ അയ്യോ അമ്മയെന്നുള്ള രീതിക്കകത്ത് വിളിക്കുന്ന രീതിക്കകത്ത് സത്യഭാമ അപ്പം ആർക്ക് എന്ത് ചെയ്യണമെന്ന് പറയുന്നത് ശ്യാമ പിടി വിടുന്നുമില്ല. ഇന്ന് വരെ ശ്യാമയ്ക്ക് മനസ്സിൽ ഒതുക്കി വെച്ചിരുന്ന ആ ഒരു അമർഷമാർക്ക് ഇവർക്കിട്ട് 4 കൊടുക്കാൻ
പറ്റുന്നില്ല ഇവരെ ഈ കന്നന്തിരി സ്വഭാവത്തിന് എന്നുള്ളത് അതെല്ലാം ശ്യാമ ഇന്ന് എന്താണ് മനസ്സ് നിറയെ അങ്ങ് പ്രവർത്തിച്ച് തീർക്കുവാണ്. അതിൻ്റെ ആ ഒരു പ്രവർത്തനത്തിനകത്ത് ഈ സത്യഭാമയുടെ കൊങ്ങയിൽ കയറി പിടിക്കുമ്പോൾ ലാസ്റ്റ് ശ്യാമയെ ഒന്ന് പിടിച്ച് മാറ്റാൻ നോക്കിയിട്ട് പറ്റാതാകുമ്പോൾ ലാസ്റ്റ് രോഹിത് എന്താണ് ഇടി എന്നതിൻ്റെ ഒറ്റ അടി അങ്ങ് ശ്യാമയ്ക്ക് വെച്ച് കൊടുക്കണം കവിള്. അപ്പം ശ്യാമ എന്താണ് നീ എന്നെ അടിച്ചല്ലേടാ, നീ എന്നെ അടിക്കും, ഇനി അടിക്കുക. അപ്പോഴത്തേക്ക് രോഹിത് പിന്നെ അടിക്കുന്നില്ല. അപ്പോഴത്തേക്ക് നീ എന്നെ അടിക്കത്തില്ല അല്ലേ, ഞാൻ തന്നെ അടിക്കാം എന്ന് അതിന് നേരെ പോയി എന്താണ് തലയെടുത്ത് എന്താണ് തൂണുണ്ടല്ലോ ആ തൂണിനകത്ത് പോയി തല ശ്യാമ ശരിക്കും അങ്ങ് ഇടിച്ച് ലാസ്റ്റ് ശ്യാമ സ്വന്തമായി തന്നെ എന്താണ് ബോധം കെട്ടങ്ങ് വീഴുവാണ്. അപ്പോഴത്തേക്കും പിന്നെ എന്താണ് ശ്യാമ ആ ബോധം കെട്ട് വീഴുന്ന കഴിയുമ്പം എല്ലാവർക്കും പേടി, അയ്യോ ശ്യാമ മോളെ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും എന്താണ് ശ്യാമയുടെ കാര്യത്തിനകത്ത് അത്രയും നേരം ദേഷ്യം ഉണ്ടാകുന്ന രോഹിത്തിനും ആ ദേഷ്യമൊക്കെ മാറിയിട്ട് മോളെ ശ്യാമ എണീക്ക് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് രോഹിത്ത് ഇരിക്കുവാണ്. ലാസ്റ്റ് എണീക്കുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും ലാസ്റ്റ് ശ്യാമ എടുത്തുകൊണ്ട് പോയി ബെഡ്റൂമിൽ കിടത്തിയിട്ട് എന്താണ് ആ ശ്യാമയുടെ അവിടെ വന്ന ഒരു ബ്ലഡൊക്കെ ഇങ്ങനെ ഒപ്പി കൊടുത്തുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ എന്താണ് ശാരദാമ്മയുടെ വീട്ടിനകത്ത് ഷാലിനിയും അതുപോലെ തന്നെ ശാരദാമ്മ വന്ന് ഇറങ്ങിയിട്ട് ആ കാറിൽ നിന്ന് പോലും പുറത്തിറങ്ങാതെ അവർ അത്രയും സങ്കടപ്പെട്ട് അവിടെ നിൽക്കുന്നതും കാണിച്ചാണ് ഈ സാറ്റർഡേ നൈറ്റിൻ്റെ എപ്പിസോഡിൻ്റെ എൻഡിങ്. അതിനുശേഷം സൺഡേ നൈറ്റ് എപ്പിസോഡ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ശ്യാമ കളിച്ച് കളി വളരെ വലിയ കാര്യത്തിലേക്ക് അങ്ങ് പോയി നിൽക്കുന്നതാണ് കാണിക്കുന്നത്. കാരണം ശ്യാമയുടെ കളി സീരിയസ് ആയി, കാരണം ശ്യാമ തലയിടിച്ച് വീണില്ല. അപ്പോഴത്തേക്കും ശ്യാമ ഇപ്പം കൊണ്ടുപോകുന്നതിന് പകരം ആ ശ്യാമയെ നോക്കി ആ ഒരു സീനിയർ കൺസൾട്ടൻ്റ് ഉണ്ടല്ലോ അവരെ തന്നെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുക. അപ്പോഴത്തേക്കും ലാസ്റ്റ് അവർ നോക്കിയിട്ട് പറയുന്നത് അത് ശ്യാമ അറിയാതെ ചെയ്ത ഒരു കാര്യം, ശ്യാമ എന്താണ് തളർന്നു പോയതിന് കാര്യമായി, ശ്യാമ ഹാഫ് പാരലൈസ്ഡ് ആയി പോയി കഴിഞ്ഞാൽ. അപ്പോൾ ശ്യാമയ്ക്ക് എന്താണ് സംസാരിക്കാനും ശ്യാമയുടെ യഥാർത്ഥ ഓർമ്മശക്തിക്കൊന്നും ഒരു കുറവുമില്ല, ശ്യാമയ്ക്ക് സംസാരിക്കാൻ പറ്റും, യഥാർത്ഥ ഓർമ്മശക്തി അതുപോലെ തന്നെ ഉണ്ട്. പക്ഷേ ശ്യാമയ്ക്ക് എണീറ്റ് അങ്ങോട്ടേക്ക് എന്താണ് നടക്കാനോ പഴയ പോലത്തെ അതൊന്നും പറ്റത്തില്ല. അപ്പോൾ ശ്യാമയെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയ്ക്കകത്ത് ഇരിക്കുന്നതാണ് ഇനി അടുത്ത എപ്പിസോഡിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്ന ഒരു കാര്യം. അതിനൊപ്പം തന്നെ ലാസ്റ്റ് എന്താണ് സത്യഭാമ താൻ ചെയ്തത് മഹാപഴു തോൽവിയായിപ്പോയി. കാരണം ശ്യാമയുടെ വാശി ഇത്രമാത്രം വരുമെന്നും അവൾ ആ വാശിക്കകത്ത് ഇതിൽ തന്നെ ഇങ്ങനെ സ്ട്രോങ് ആയി പിടിച്ച് നിൽക്കുന്നുള്ള കാര്യമൊന്നും സത്യഭാമ പ്രതീക്ഷിച്ചില്ല. ലാസ്റ്റ് ശ്യാമയുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ വന്ന് സത്യഭാമയെ കാണിച്ചുകൊണ്ടാണ് അടുത്ത എപ്പിസോഡിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 2 എപ്പിസോഡ്. സെക്കൻഡ് എപ്പിസോഡിൻ്റെ ഒരു ഗ്ലിംസ് ആണ്. ഇനി ബാക്കി ഇതിൻ്റെ ഡീറ്റെയിൽ റിവ്യൂ എന്ന് പറയുന്നത് ഇന്ന് രാത്രിത്തെ വീഡിയോയ്ക്ക് അതിടും. അപ്പോൾ എല്ലാവരും കാണുമോ, ചാനൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ബെല്ലൈക്കൻ പ്രസ് ചെയ്യുന്നതിന് കമൻസും ഷെയർസ് ലൈക്സിന് ആരും മറക്കണ്ട. ബൈ.